നേട്ടമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങേക്ക് 4 മിനിറ്റ് സംസാരിക്കാം. സാർ, കേരളത്തിലെ ഏറ്റവും ആശങ്കയോടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം തടയുന്നതിന് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടികൾ ഫലപ്രദമായി ചെയ്യാൻ കഴിയാതെ വരികയും കേരളത്തിന്റെ ആരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയ ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ അത് ജനപക്ഷത്തു നിന്നുള്ള നിലപാടിന്റെ വിജയമായി ഞങ്ങൾ കാണുകയാണ്. പക്ഷേ ഇതിൽ ഒരു നിരാശാജനകമായ സാഹചര്യം ഇന്നലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത് വിശദമായ കാര്യങ്ങൾ എല്ലാവരും അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവസാനം മറുപടി പറയുമ്പോൾ ഈ കസ്റ്റഡി മരണവും കസ്റ്റഡി മർദ്ദനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറ്റവാളികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഈ കുറ്റവാളികളെ 2 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം സംരക്ഷിക്കുകയാണ് എന്ന തെറ്റായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് വീണ്ടും ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ അതേ തുടർന്ന് ഇന്നലെ നിയമസഭാ കവാടത്തിന്റെ മുൻപിൽ പ്രതിപക്ഷ നേതാവ് UDF-ലെ 2 MLA-മാരുടെ സത്യഗ്രഹം പ്രഖ്യാപിക്കേണ്ടി വന്നു. ആ ബഹുമാനപ്പെട്ട സനീഷ് കുമാർ MLA-യും അഷ്റഫ് MLA-യും ഞങ്ങൾ അവരെ 2 പേരെയും അഭിവാദ്യം ചെയ്യുകയാണ്. അവരെ സമര പോരാട്ടത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ വിഷയങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കാതെ വരുന്നതിനെ തുടർന്ന് ജനപക്ഷത്തു നിന്നുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. സർ, ഇവിടെയും അതുപോലെ തന്നെ ഗുരുതരമായ വിഷയമാണ്. ഇന്ന് നിങ്ങൾ തെറ്റായ നിലപാടിൽ നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വന്നായിരിക്കും. അത് വേറെ കാര്യം, വേറെ മാർഗ്ഗമില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ജനപക്ഷത്ത് തന്നെ നിന്നുകൊണ്ട് ഈ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് പറഞ്ഞു. 2018 ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് ഇത് സംബന്ധിച്ച് വന്ന റിപ്പോർട്ട് ഗവൺമെന്റ് വേണ്ടതുപോലെ ഗൗരവമായി പരിഗണിച്ചോ? ഗവൺമെന്റ് പരിഗണിച്ചില്ല. അതിനു പകരം അതിനു മുൻപിരുന്ന UDF ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ശ്രമിച്ചത്. ഗവൺമെന്റ് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. എന്റെ തൊട്ടടുത്തുള്ള ബഹുമാനപ്പെട്ട പാലാ MLA മണി സി കാപ്പൻ ഉൾപ്പെടെ പരാതിയായി വലവൂർ ട്രിപ്പിൾ IT അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം, മലിനജലം ഒഴുകുന്നത് മൂലം രോഗാവസ്ഥയിലേക്ക് വരുന്നതിനെ കുറിച്ച് മന്ത്രിക്കടക്കം പരാതി കൊടുത്തു. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, 19 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സമയത്ത് കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മധുസൂദൻ ഇവിടെ പറഞ്ഞു MLA-മാർക്ക് എല്ലാവർക്കും അവരുടെ മണ്ഡലങ്ങളിൽ ഭയങ്കരമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു പറഞ്ഞു. എന്റെ മണ്ഡലത്തിൽ, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഒരു താലൂക്ക് ആശുപത്രിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജിന് നേരിട്ടറിയാം കുറവലങ്ങാട് താലൂക്ക് ആശുപത്രി. ഞാൻ മന്ത്രിയുടെ കുറ്റമാണെന്ന് പറയുന്നില്ല, ഞങ്ങൾ മന്ത്രിയെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഇത് സിസ്റ്റത്തിന്റെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇത് സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇടതുപക്ഷ സർക്കാർ എന്ന സിസ്റ്റം പരാജയപ്പെട്ടതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്റെ മണ്ഡലത്തിൽ 8 വർഷമായി ഞാൻ MLA എന്ന നിലയിൽ ആ ഒരു പദ്ധതി ഗവൺമെന്റിന് മുമ്പിൽ കൊണ്ടുവന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 35 കോടി രൂപ അനുവദിക്കുന്നതായി ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ ആദ്യ ഗവൺമെന്റിൽ തന്നെ ആദ്യ വർഷം തന്നെ പ്രഖ്യാപനം വന്നു. ഹൗസിംഗ് ബോർഡ് വഴി പ്രോജക്ട് തയ്യാറായി കൊടുത്തു. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടു. മന്ത്രി ആശുപത്രി സന്ദർശിച്ചു. ധനകാര്യമന്ത്രിയോട് പറഞ്ഞു. 8 വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പും ധനകാര്യവകുപ്പും ഹൗസിംഗ് ബോർഡും ഇട്ട് വട്ട് തട്ടുന്നതല്ലാതെ 1 ഇഞ്ച് തീരുമാനം ഉണ്ടാക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വീമ്പ് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? സർ, ഇതാണ് കേരളത്തിന്റെ എമ്പാടും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ ഇന്ന് കെട്ടിടയിടിഞ്ഞു വീണത് ഷംസുദ്ദീൻ പറഞ്ഞു. സർ, എത്ര ദയനീയമായ സ്ഥിതിയാണ്. ഞങ്ങളെല്ലാം അവിടെ വിളിച്ച് ഡോക്ടർമാർ അവരെ കുറിച്ചു കൊടുക്കുന്നത് എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റ്സ് അടക്കം, മരുന്നിനാവശ്യമായ കാര്യങ്ങൾ, ശസ്ത്രക്രിയക്ക് വേണ്ടത് മുഴുവൻ പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞ് കുറിച്ചു കൊടുക്കുകയാണ്. സർ, കോർപ്പറേറ്റുകളാണ്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരല്ലേ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നത്? ഡോക്ടർ ഹാരിസ് പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കടന്നു ചെല്ലുന്ന പാവപ്പെട്ട ജനങ്ങളാണ്. അവരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് കാരുണ്യ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ചു. അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ ഏതെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടോ? 2000 കോടി രൂപയുടെ കുടിശ്ശിക പറഞ്ഞു. സാർ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആത്മാർത്ഥമായ നടപടി സ്വീകരിക്കണം. അതിൽ തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നു. ശ്രീ P. ബാലചന്ദ്രൻ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, കേരളത്തിൽ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്
അധികാരത്തിൽ വന്ന 57 മുതൽ ഒരു കേരള മോഡൽ ആരോഗ്യ നയം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വന്നിട്ടുള്ള ഗവൺമെന്റുകൾക്കൊക്കെ അതിൽ പങ്കുപറ്റാം, അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കുകളാകാം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കേരള മോഡൽ ആരോഗ്യ നയം ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിക്കുന്ന, അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകയായി ഉയർത്തി കാണിക്കുന്ന ഒരു നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ രോഗി അനുപാതത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ ഉദ്ദേശം 3500